അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ മൻ ലാ നബിയ്യല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ തീരത്ത് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ 6ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഭാവ മഹിമയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എത്രത്തോളം സുന്ദരമായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ഒരു പണ്ഡിതൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കും ഒരുപാട് മാതൃകയും അതുപോലെ തന്നെ ഒരുപാട് ഗുണപാഠങ്ങളും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്തതിൻ്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുകയും ക്രൂരമായ ധാരാളം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അധികാരം കയ്യിൽ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ പീഡിപ്പിച്ച ജനങ്ങളോട്, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, ഇന്നൊരാളോടും പ്രതികാരമില്ല, ആരോടും തിരിച്ച് പ്രതികാരമോ ക്രൂരതയോ അക്രമമോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുവീഴ്ച നൽകുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിൻ്റെ ദിവസത്തിൽ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. നബി അങ്ങനെയാണ് ചെയ്തതെന്ന്. ക്ഷമ എന്ന് പറയുന്ന 2 അക്ഷരത്തിന് ഈ പ്രപഞ്ചത്തോളം തന്നെ വിശാലതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നല്ല മുഹൂർത്തം കൂടിയായിരുന്നു അത്. പ്രവാചകനെ ആക്രമിക്കുകയും ശാരീരികമായും മാനസികമായും പ്രവാചകനെ പീഡിപ്പിച്ച സമൂഹത്തിന് പ്രവാചകൻ അധികാരം കയ്യിൽ വന്നപ്പോഴും അള്ളാഹിൻ്റെ റസൂൽ അവർക്ക് ക്ഷമ നൽകി, വിട്ടുവീഴ്ച നൽകി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിക്ക് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന് രാഷ്ട്രീയമായി എല്ലാവിധ പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകി, പ്രവാചകന് വേണ്ട രൂപത്തിലുള്ള സഹായങ്ങളും ഭൗതിക സഹായങ്ങളൊക്കെ നൽകി പോന്നിരുന്ന, എന്നാൽ നബിയിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ആളായിരുന്നല്ലോ നബിയുടെ മൂത്താപ്പ അബൂ ത്വാലിബ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ട സന്ദർഭം പ്രവാചകന് ഭയങ്കരമായ തീവ്രമായ ഏകാന്തത അനുഭവപ്പെട്ടൊരു സന്ദർഭമായിരുന്നു. ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു സന്ദർഭത്തെ ആമുൽ ഹുസ്ന്, ദുഃഖവർഷം എന്ന പേരിലാണ്. അങ്ങനെ പ്രവാചകൻ ഒറ്റപ്പെട്ട സമയത്ത് ഇനി കയറിക്കിടക്കാനൊരു വീട് അല്ലെങ്കിൽ ഒരു ആശ്രയം എവിടെയെങ്കിലും വേണമെന്ന് കരുതിയാണ് അള്ളാഹുവിൻ്റെ റസൂല് ത്വായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുന്നത്. പക്ഷേ ആ ത്വായിഫുകാർ പ്രവാചകനെ വരവേറ്റത് കല്ലെറിഞ്ഞുകൊണ്ടും പരിഹസിച്ചുകൊണ്ടൊക്കെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി ത്വായിഫിൽ നിന്ന് തിരിച്ച് ഓടി വരികയാണ്. ആ സമയത്ത് ആ സമൂഹത്തെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിങ്കൽ നിന്ന് ഒരു മലക്ക് വരികയും പ്രവാചകനോട് അങ്ങനെ ഞാൻ ആ സമൂഹത്തെ, പ്രവാചകരെ താങ്കൾ ആക്രമിച്ച കല്ലെറിഞ്ഞ ആ സമൂഹത്തെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? വേണ്ട, അവരെ വിട്ടേക്കുക, അവരെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് അവരെ വിട്ടേക്കുക, അവർക്ക് ഒരു ശിക്ഷയും അവരുടെ മേലിൽ നടപ്പാക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ റസൂലുള്ളാഹിൻ്റെ ഒരു സ്വഭാവം, ആ വ്യക്തിത്വം എത്ര സുന്ദരമാണെന്ന് നമ്മൾ നോക്കുക. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആ പ്രവാചകനെ സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം മാതൃകയാക്കുന്ന പോലെ തന്നെ ഈ സ്വഭാവവും ഈ വ്യക്തിത്വവും മാതൃകയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതൻ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യയുടെ ജീവിതത്തിൽ അദ്ദേഹത്തോട് ഒരുപാട് അക്രമങ്ങൾ, അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുന്നു, അദ്ദേഹത്തോട് ശത്രുത വെച്ച് പുലർത്തുന്നു. ഈ ആളുകളോടൊക്കെ ഇബ്നു തൈമിയ്യ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ നോക്കുക. അത് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഭയങ്കര ഇബാദത്തുകളിൽ വളരെ നിഷ്ഠയുള്ള ഒരാളായിരുന്നു ഇബ്നു തൈമിയ്യ എന്ന് കാണാൻ പറ്റും. ഇബാദത്തിൻ്റെ കാര്യത്തിൽ ധാരാളം സമയം റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുകയും സുജൂദിൽ കിടക്കുകയും എപ്പോഴും പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളുമായിട്ട് നടന്നിരുന്ന ഒരാളാണ്. മാത്രമല്ല, ആളുകളോട് അദ്ദേഹം ഇടപഴകിയിരുന്ന സമയങ്ങളിലെല്ലാം
ആളുകളുടെ ഹൃദയത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അങ്ങേയറ്റം റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാര്യത്തിൽ വളരെ കണിശത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹുവിനറിയാം അദ്ദേഹത്തെക്കാൾ നല്ലൊരു ജീവിതം നയിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാണ്, അള്ളാഹ്ക്കറിയാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ നല്ല ഒരു ജീവിതം, വിശുദ്ധ ജീവിതം നയിച്ച വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇബ്നു തൈമിയ്യയെക്കുറിച്ച് പറയാണ്. സുഖാഡംബരങ്ങളെ മുഴുവൻ മായ്ച്ചു കളയുന്ന രീതിയിൽ അദ്ദേഹം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ജയിലുകളും ഭീഷണികളും പീഡനങ്ങളുമായി കഴിയേണ്ടി വന്നിട്ടും ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റാരെക്കാളും നല്ല ജീവിതം നയിക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും അതിലൊന്നും തകരാതെ അള്ളാഹ്ക്ക് കൂടുതൽ ശുക്ർ ചെയ്തും കീഴ്പ്പെട്ടും അള്ളാഹിനെ ആരാധിച്ചും കൂടുതൽ അറിവ് നേടിയും അങ്ങനെയാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഭൗതികമായ സുഖാഡംബരങ്ങളിലോ സുഖാനുഭൂതികളിലോ അദ്ദേഹം വഞ്ചിതനായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം ആളുകളിലേക്ക് നൽകുന്ന ഈ സ്വതക്കകളുടെ വിഷയത്തിൽ ഉദാരതയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര ഉദാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ജനങ്ങളിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഭയങ്കര ഒരു അസാധാരണമായ ധീരത, ശക്തി ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായിരുന്നു. മാത്രമല്ല ഭയങ്കര ഒരു തേജസ്സുള്ള രീതിയിലുള്ളൊരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഭയങ്കര വക്കാറത്തുള്ള രീതിയിൽ, ഒരു ഹൈബത്തുള്ള രൂപത്തിലുള്ള ഒരു നല്ല ഭയങ്കര ആരും കണ്ടാലൊന്ന് നോക്കിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു ധീരന്മാരായ ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അത്തരത്തിലുള്ളൊരു നല്ല ഒരു ധീരതയുടെ മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഭയത്തിൻ്റെ പിടിയിലകപ്പെട്ട് മനസ്സ് മടുക്കുകയും ഭൂമി കുടുസാകുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്താൽ ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ചില അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചില വിഷയങ്ങളൊക്കെ ചില പ്രയാസങ്ങളിലൊക്കെ വലിയ ആശ്വാസം കിട്ടുമെന്ന് അദ്ദേഹം പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ വാബിലു സ്വയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തന്നെ സമകാലികനായിരുന്ന ഷെയ്ഖ് ബസ്സാർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഷെയ്ഖ് ബസ്സാർ പറയാണ്, ഫജ്ർ നിസ്കാരത്തിന് ശേഷം, അതായത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം അനാവശ്യമായി ആരോടും സംസാരിക്കുമായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് മാത്രം കേൾക്കാവുന്ന പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ദിക്റുകൾ ചൊല്ലി നിസ്കാര സ്ഥലത്ത് നിന്ന് കഴിച്ചുകൂട്ടും. അവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ദിക്റുകളൊക്കെ ചൊല്ലും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തും. സൂര്യൻ ഉദിച്ചുയർന്ന് നിസ്കാരം നിഷിദ്ധമായ സമയം അവസാനിക്കുന്നത് വരെ അദ്ദേഹം അതേ അവസ്ഥയിൽ തുടരും. അദ്ദേഹം ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തും എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്, ഇബ്നു തൈമിയ്യയും സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സൂര്യൻ പിന്നെ മാത്രമല്ല അദ്ദേഹം ഐഹിക ലോകത്ത് സുഖൈശ്വര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വല്ലതും ഇങ്ങനെ പറഞ്ഞു നടന്നതായിട്ട്, അതായത് ഈ ഭൂമി ലോകത്തുള്ള ദുനിയാവിലുള്ള കുറേ സുഖാഡംബരങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വല്ലതും പറഞ്ഞു നടക്കുക, അങ്ങനത്തെ ഒരു കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ഷെയ്ഖ് ബസ്സാർ റഹ്മഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം ഈ ലൗകികമായ സംഭാഷണങ്ങളിൽ മുഴുകുകയോ ലൗകിക സുഖങ്ങൾക്കായി മറ്റുള്ളവരോട് ചോദിക്കുകയോ ചെയ്തിരുന്നില്ല. പകരം അദ്ദേഹം പരലോക കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും ആ രൂപത്തിലായിരുന്നു എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികരും ഒക്കെ ആയിരുന്ന ആളുകൾ പറയാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വന്നാലും അള്ളാഹുവിൽ അദ്ദേഹം തവക്കുലാക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ തവക്കുൽ ബോധത്തെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ ഷെയ്ഖ് ആ ഒരു ആസൂത്രണത്തോട്, ആ ഒരു കാര്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: അവരെന്നെ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് രക്തസാക്ഷിത്വമാണ്. ഇനി അവരെന്നെ നാട് കടത്തുകയാണെങ്കിൽ അതെനിക്ക് ഹിജറയാണ്. ഇനി അവരെന്നെ സൈപ്രസിലേക്കാണ് നാട് കടത്തുന്നതെങ്കിൽ അവിടുത്തുകാരെ മുഴുവൻ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അവർ ആ ക്ഷണം സ്വീകരിച്ചേക്കും. അവരെന്നെ ജയിലിലടക്കുകയാണെങ്കിൽ അതെനിക്കൊരു ആരാധനാ കേന്ദ്രമായി മാറുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി
നാഹിയത്തു മിൻ ഹയാത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഈ കാര്യം എടുത്തു കൊടുക്കുന്നുണ്ട്. മഹാപണ്ഡിതനും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു ശിഷ്യനുമായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് എഴുതുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും അദ്ദേഹത്തിൻ്റെ എതിരാളിയുമായ ഖാളി ഇബ്നു മഖ്ലൂഫ് അദ്ദേഹം പറയുന്നുണ്ട് ഇബ്നു തൈമിയയെക്കുറിച്ച്, ഇബ്നു തൈമിയയെ പോലെ വിശാലമായ സ്വഭാവ ഗുണമുള്ള മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടെന്നല്ല. ഞങ്ങൾ അദ്ദേഹത്തിനെതിരിൽ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരിൽ ഞങ്ങൾ തിരിയുകയും അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഭരണകൂടത്തോട് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഉദ്ദേശം നടന്നില്ല. ഞങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അത് നടന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ആധിപത്യം വന്ന ഒരു കാലം ഉണ്ടായപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് പരസ്യമായി മാപ്പ് തന്നു. മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വക്കാലത്ത് പിടിക്കുകയും ഞങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ പണ്ഡിതന്മാർ ഈ കാര്യം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഇനി വൈജ്ഞാനികമായ മേഖലയിലൂടെ ഒതുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വൈജ്ഞാനികമായ മേഖലയിലൂടെ ഇബ്നു തൈമിയയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായ ഇബ്നു തൈമിയയുടെ ശത്രുക്കൾ ഷെയ്ഖിനെതിരിൽ പൊതുജനങ്ങളെ ഷെയ്ഖിനെതിരിൽ തിരിച്ചുവിടാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കി. അങ്ങനെ അറിവില്ലാത്ത ഈജിപ്തിലെ ചില പാമരന്മാരായ ജനങ്ങൾ ശത്രുക്കളുടെ ഈ കെണി, ഇബ്നു തൈമിയയുടെ വിരോധികളായ ആളുകൾ ഒരുക്കുന്ന ഈ കെണി മനസ്സിലാക്കാൻ കഴിയാതെ ഷെയ്ഖിനെ അവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഷെയ്ഖിന് നേരെ ഉണ്ടായ ആ ആക്രമത്തിൽ രോഷം പൂണ്ട് ഹുസൈനിയ പ്രവിശ്യയിലുള്ള, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഹുസൈനിയ പ്രവിശ്യ എന്ന് പറയുന്നത്. അവിടെയുള്ള ആളുകൾ അക്രമികളെ തിരിച്ചടിക്കാനും പ്രതിജ്ഞ ചെയ്തു. തിരിച്ചടിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആക്രമിച്ച ആളുകളെ തിരിച്ചടിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഒരു പ്രതിജ്ഞ ഉണ്ടാവുകയും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവുകയും ചെയ്ത ഘട്ടത്തിൽ ഷെയ്ഖ് അവരെ അതിൽ നിന്ന് തടഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഇവിടെ പ്രതികരണത്തിന് 3 രൂപങ്ങളാണുള്ളത്. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അവരെന്നോടോ നിങ്ങളോടോ അള്ളാഹുവിനോടോ അപരാധം ചെയ്ത ആളുകളായിരിക്കാം. അവർ എന്നോട് തെറ്റ് ചെയ്തവരാണെങ്കിൽ ഞാൻ അവർക്ക് മാപ്പ് നൽകുകയാണ്. എനിക്കവരോട് ഒരു പ്രതികാരവും ഒരു പ്രതിഷേധവുമില്ല. ഇനി അവർ നിങ്ങളോടാണ് തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതില്ല, എന്നോട് മതവിധി തേടേണ്ടതുമില്ല. നിങ്ങൾ തോന്നിയ പോലെ ചെയ്തോളും. മൂന്നാമത്തേതും അവസാനത്തേതുമായ രൂപം അവർ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തവരാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നടപടി സ്വീകരിക്കേണ്ടത് അള്ളാഹുവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ആക്രമിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കൽ, ആക്രമിച്ച ആളുകളെ ആക്രമിക്കാൻ വേണ്ടി വേറൊരു വിഭാഗം ആളുകൾ ചെന്നപ്പോൾ അതിനെ ഇബ്നു തൈമിയ തടയുകയാണ് ചെയ്തത്. ഇനി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ ഗുണത്തിനും വിശാല മനസ്കതൊക്കെ വേറൊരു ഉദാഹരണം കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരിക്കൽ ഒരു ഫിഖ്ഹി പണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതനായ ആൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ ശക്തമായ രൂപത്തിൽ ചീത്ത വിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അതിൽ ഖേദമുണ്ടായി. ആ ഖേദമുണ്ടായപ്പോൾ അദ്ദേഹം ഷെയ്ഖിനോട് അത് പ്രകടിപ്പിച്ചു. ഒരു പക്ഷേ ആ പ്രകടിപ്പിച്ചത് ഭരണകൂടത്തെ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ ചെയ്തതിൽ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായതുകൊണ്ടോ ഒക്കെ ആവാം. ഏതായാലും ഷെയ്ഖ് അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് മാപ്പ് നൽകി. എന്നിട്ട് തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചതിന് ആരോടും ഒരു പരാതിയും എനിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശാലമായ സ്വഭാവ ഗുണത്തിന് ചരിത്രത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു തൈമിയയുടെ അറിവ് എത്ര വിശാലാണോ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും. വിശാലമായ മനസ്കനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരുപാട് അറിവാണ് അദ്ദേഹത്തെ ഇങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവ ഗുണത്തിൻ്റെ ഉടമസ്ഥനാക്കി മാറ്റിയതെങ്കിൽ ആ വിജ്ഞാനം നമ്മളിലേക്ക് കൈവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വഭാവങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ പ്രകടമാവും. അതുകൊണ്ട് അറിവ് തഖ്വ വർദ്ധിപ്പിക്കുമെന്നും തഖ്വ ഉള്ളവരാണ് റബ്ബിനെ, അറിവുള്ളവരാണ് തഖ്വ പാലിക്കുക എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വല ബഖൈതും കസീറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ അറിഞ്ഞത് അവരറിഞ്ഞിരുന്നു എങ്കിൽ അവർ വളരെ കുറച്ച് മാത്രം ചിരിക്കും, ധാരാളം കരയും. അപ്പോൾ അറിവ് വന്നെത്തും തോറും നമുക്ക് വിനയം ഉണ്ടാകും, നമ്മുടെ സ്വഭാവം നന്നാകും, ആളുകളോടുള്ള പെരുമാറ്റം നന്നാകും, റബ്ബിനെ കൂടുതൽ ഭയപ്പെടും, അള്ളാഹിൻ്റെ തൃപ്തി എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന പേടി ഉണ്ടാകും, അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ശ്രമങ്ങളിൽ പ്രവർത്തികളിൽ നമ്മൾ വ്യാപൃതരാകും. ഇങ്ങനെയൊക്കെ ചെയ്യും.
അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ ഈ സ്വഭാവ ഗുണത്തിൻ്റെ ഒക്കെ കാരണം അദ്ദേഹം നേടിയെടുത്ത ഈ അറിവാണ്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ ആ അറിവ് നേടിയെടുത്ത് മുന്നോട്ട് പോവുക. അള്ളാഹു തആല അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.